ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് എഡ്ജിലെ ഈ ആഴ്ചത്തെ വീക്ക്ലി ടെക്നിക്കൽ റിപ്പോർട്ട്സ് ആണ്. അപ്പോൾ ഇതൊരു ബൈ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ജസ്റ്റ് ആ ഒരു വീക്ക്ലി ടെക്നിക്കൽ റിപ്പോർട്ട്സ് നമ്മുടേതായ ഒരു അനാലിസിസ് നടത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആഴ്ച 3 സ്റ്റോക്സുകളാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്: കാജാരിയ സെറാമിക്, യൂണോ മിൻഡ, നാരായണ ഹൃദ്വാലയ. അപ്പോൾ ഈ ഒരു 3 സ്റ്റോക്സുകളുടെ ലെവൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ കാജാരിയ സെറാമിക്കാണ് ആദ്യം റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബൈ പറഞ്ഞിരിക്കുന്നത് 1297 ലെവലിന് മുകളിലാണ്. അതിൻ്റെ ടാർഗറ്റായിട്ട് പറയുന്നത് 1620 സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 1130 ആണ്. ഇതിൽ റിസ്ക് റിവാർഡ് വരുന്നത് 1.9 ആണ്. പിന്നെ ഇത് എന്തുകൊണ്ടാണ് ബൈ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വീക്ക്ലി ചാർട്ടിൽ നല്ലൊരു ട്രെൻഡ് ലൈൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് നല്ല രീതിയിൽ കയറുന്നുണ്ട്. അതുപോലെ തന്നെ RSIയും സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇന്ന് ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീക്ക്ലി ചാർട്ടിലാണ് ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, നല്ലൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നുണ്ട്. ഈ ബൈ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് 1297 മുകളിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി എൻ്റെ ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 1620 ആണ്. സ്റ്റോപ്പ് ലോസ് പറയുന്നത് 1130 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് ഒന്ന് വാച്ച് ചെയ്തേക്കാം. അപ്പോൾ ഇത് നമ്മൾ ടെക്നിക്കലി ഇതാണ് കാജാരിയ സെറാമിക്സിൻ്റെ ഇനിയുള്ള ബ്രേക്കൗട്ട് ലെവൽസ്. ഈ സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫണ്ടമെൻ്റലി ഈ സ്റ്റോക്സ് സ്ട്രോങ് ആണ്. അപ്പോൾ അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത്, ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് സെറാമിക്സിൻ്റെ മാനുഫാക്ചർ ആണ്. അതുപോലെ തന്നെ ഇവിടെ പ്രോഫിറ്റ് ഗ്രോത്ത് നല്ലതാണ്, ROC നല്ലതാണ്, ROE നല്ലതാണ്, ലോ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഉണ്ട്, ഫ്രീ ക്യാഷ് ഫ്ലോ നല്ലതാണ്, റിസർവ്സ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നല്ലതാണ്, ഡിവിഡൻഡ് yield 0.71% ഉണ്ട്, പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ്സ് 47.5% ഉണ്ട്, അതുപോലെ പിയോട്രോസ്കി സ്കോർ 7 ഉണ്ട്. പിന്നെ ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ആണ്. അതുപോലെ തന്നെ സ്റ്റേബിൾ ക്യാഷ് ഫ്ലോ ഉണ്ട്. അപ്പോൾ ഈ റീസണൊക്കെ കാരണം കൊണ്ട് ഈ ഒരു സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്കൗട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്സ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് യൂണോ മിൻഡ ആണ്. അപ്പോൾ യൂണോ മിൻഡ 764 ലെവലിന് മുകളിലാണ് ബൈ പറയുന്നത്. അത് ടാർഗറ്റ് ആയിട്ട് പറഞ്ഞത് 900, സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറഞ്ഞത് 698 ആണ്. ഇതിൻ്റെ റിസ്ക് റിവാർഡ് വരുന്നത് 2.06 ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ബൈ റെക്കമെൻഡ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്, ഒരു ബുള്ളിഷ് ഫ്ലാറ്റ് പാറ്റേണിൻ്റെ ബ്രേക്കൗട്ടൂടെ കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ട്രെൻഡ് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചാർട്ടിലൊന്ന് ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഡെയിലി ചാർട്ടിലാണ് ആ ഒരു പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. ഇനി ഒരു ബൈ റെക്കമെൻഡ് ചെയ്ത ലെവൽ എന്ന് പറയുന്നത് 764 മുകളിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 764 ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്സൈഡ് പോകാൻ ചാൻസ് എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 900 ആണ്. ഇതാണ് ടാർഗറ്റ്. ഇനി സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 698 താഴെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 764 ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 698 താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണാവുന്നതാണ്. 900 ആയിരിക്കും ടാർഗറ്റ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സിൻ്റെ ടെക്നിക്കൽ ലെവൽസ് ഇതാണ്. ഇനി നമുക്കിത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫണ്ടമെൻ്റലി യൂണോമിൻ്റെ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് നല്ല പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്, റിട്ടേൺ മെട്രിക്സ് നല്ലതാണ്, ഹൈ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ് ഉണ്ട്, സബ്സ്റ്റൻഷ്യൽ റിസർവ്സ് ഉണ്ട്, ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്കൗട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റോക്സ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് നാരായണ ഹൃദ്വാലയ ആണ്. അപ്പോൾ അതിൻ്റെ ബൈ ലെവൽ പറയുന്നത് 1345 ലെവൽസിന് മുകളിലാണ് ബൈ പറയുന്നത്. അതിൻ്റെ ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 1570 ആണ്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് പറയുന്നത് 1230. ഇതിൻ്റെ റിസ്ക് റിവാർഡ് വരുന്നത് 1.96 ആണ് റിസ്ക് റിവാർഡ് വരുന്നത്. ഇനി ഇത് എന്തുകൊണ്ടാണ് ബൈ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ഒരു ബ്രേക്കൗട്ടിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ബ്രേക്കൗട്ട് നടന്നാൽ നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കിത് ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഡെയിലി ചാർട്ടിലാണ് മാർക്ക് ചെയ്യേണ്ടത്.
ഓക്കെ, ഒരു സിമെട്രിക് ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ട്രെയിൻ നടക്കുന്നത്. ഇനി ഇതിൻ്റെ ബൈ ലെവൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് 1345. അപ്പോൾ ഈ ലെവലിൽ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ പറയുന്നത്. ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 1570. സ്റ്റോപ്പ് ലോസ് പറയുന്നത് 1230. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സ്റ്റോക്സിന് നമുക്ക് ഫണ്ടമെൻ്റലി വീക്കാണോ സ്ട്രോങ് ആണോ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതിന് റീസൺ ആയിട്ട് പറയുന്നത് ഇപ്പോൾ പ്രോഫിറ്റ് ഗ്രോത്ത്, ROC നല്ലതാണ്, ROE നല്ലതാണ്, പിന്നെ റിസർവ്സ് ഉണ്ട്, ഡെപ്റ്റ് മാനേജ്മെൻറ്റ് നല്ലതാണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നല്ലതാണ്, പ്യോഡ്രോസ്കി സ്കോർ നല്ലതാണ്, സ്റ്റേബിൾ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഉണ്ട്, ഡൈവേഴ്സിഫൈഡ് ബിസിനസ് മോഡലാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്കൗട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 3 സ്റ്റോക്സുകളാണ് ഈ ആഴ്ച സ്റ്റോക്ക് എഡ്ജ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ ടെക്നിക്കലും ഫണ്ടമെൻ്റൽ സ്റ്റഡി നടത്തുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത കുറച്ച് സ്റ്റോക്സുകളോട് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റോക്സ് സർല പെർഫോമൻസ് ഫൈബേഴ്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അത് 2016 ഹൈ ആണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിന് ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഈ സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതിന് ഡെപ്റ്റ് മാനേജ്മെൻറ്റ് നല്ലതാണ്, നല്ല റിസർവ്സ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നല്ലതാണ്, പ്യോട്രോസ്കി സ്കോർ നല്ലതാണ്, സ്റ്റേബിൾ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഉണ്ട്, ഇൻഡസ്ട്രി PE നല്ലതാണ്, നല്ല ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങളുകൊണ്ട് തന്നെ സർല പെർഫോമൻസ് ഫൈബേഴ്സ് ലിമിറ്റഡ് സ്ട്രോങ് ആണ് ഫണ്ടമെൻ്റലി. അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതായത് 2016 ഹൈ ആണ് ഇപ്പോൾ ബ്രേക്കൗട്ട് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സ് ഒരു ബ്രേക്കൗട്ട് നടന്നിട്ട് ചിലപ്പോൾ ഒന്ന് റീടെസ്റ്റിന് വന്നിട്ട് തിരിച്ച് നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത സ്റ്റോക്സ് കോഡ്സ് കേബിൾ ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ ഇവിടെ ബ്രേക്കൗട്ട് നടന്നു കഴിഞ്ഞു. അതായത് 2017 ഹൈയുടെ ബ്രേക്കൗട്ട് നടത്തി അതിനുശേഷം റീടെസ്റ്റ് ചെയ്ത് വീണ്ടും നല്ല രീതിയിൽ അപ്സൈഡ് കയറുന്നുണ്ട്. അപ്പോൾ ഇത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫണ്ടമെൻ്റലി നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ സ്ട്രോങ് ആയിട്ടാണ് കണ്ടിരുന്നത്. മോഡറേറ്റ്ലി സ്ട്രോങ് ആണ്. അപ്പോൾ ഇത് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്, അതുപോലെ ഡെപ്റ്റ് റിഡക്ഷൻ, റിസർവ്സ്, പ്യോഡ്രോസ്കി സ്കോർ നല്ലതാണ്, ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ട്, പിന്നെ ROE നല്ലതാണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നല്ലതാണ്, ഇൻഡസ്ട്രി PEയും ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ കോഡ്സ് കേബിൾ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് മോഡറേറ്റ്ലി സ്ട്രോങ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും നമുക്കൊന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത സ്റ്റോക്സ് ബോംബെ സൈക്കിൾ ആൻഡ് മോട്ടോർ ഏജൻസി ലിമിറ്റഡ് ആണ്. 2018 ഹൈയോടെ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം താഴേക്ക് വന്നു, വീണ്ടും തിരിച്ച് റിവേഴ്സ് ചെയ്തിട്ട് ആ പ്രീവിയസ് വന്ന ഹൈയോടെ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു സ്റ്റോക്സും കൂടി നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തൊന്ന് വാച്ച് ചെയ്തേക്കാം. ഈ സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഡൈവേഴ്സിഫൈഡ് ബിസിനസ് ആണ്, ഫിനാൻഷ്യൽ പെർഫോമൻസ് നല്ലതാണ്, ROC നല്ലതാണ്, ROE ഉണ്ട്, ലോ ഡെപ്റ്റ് ആണ്, പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, റിസർവ്സ് ഉണ്ട്, പ്യോട്രോസ്കി സ്കോർ നല്ലതാണ്, പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു ബോംബെ സൈക്കിൾ ആൻഡ് മോട്ടോർ ഏജൻസി ലിമിറ്റഡ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് കൂടി നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. അത് ISMT ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് 2007 ഹൈ ആണ് ഇപ്പോൾ ബ്രേക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സ്റ്റോക്സിൻ്റെ ഫണ്ടമെൻ്റൽ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് ഫിനാൻഷ്യൽ പെർഫോമൻസ് നല്ലതാണ്, ലോ ഡെപ്റ്റ് ആണ്, റിസർവ്സ് ഉണ്ട്, പ്യോട്രോസ്കി സ്കോർ നല്ലതാണ്, നല്ല രീതിയിലുള്ള പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, ഇൻട്രൻസിക് വാല്യൂ നല്ലതാണ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു ISMT ലിമിറ്റഡ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് 2007 ഹൈ ആണ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെയാണ് നമുക്ക് ഈ ആഴ്ച സിംഗ് ട്രേഡിങ്ങിന് വേണ്ടി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഏതൊരു സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടേതായ ഒരു അനാലിസിസ് കൂടി നടത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി.
അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.